നമസ്കാരം. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായ തീരുമാനവുമായി UAE. രാജ്യത്തെ വിദേശികളായ വൻകിട നിക്ഷേപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ, എഴുത്തുകാർ, കലാകാരന്മാർ എന്നിവർക്കും അവരുടെ കുടുംബത്തിനും ഇനി മുതൽ പൗരത്വം ലഭിക്കും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എഡിറ്റോറിയൽ ഡയറക്ടർ ഖലീജ് ടൈംസ്, ഡോക്ടർ സൂസൻ കോരൂത്ത് സംരംഭക, ബിസിനസ് സൈക്കോളജിസ്റ്റ് ദുബായ്, ഭാസ്കർ രാജ് ബിസിനസ് എഡിറ്റർ, EP ജോൺസൺ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ്. ആദ്യം ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നേരത്തെ ഒരു ഗോൾഡൻ വിസ ഉണ്ടായിരുന്നു, അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണോ ഈ ഒരു ക്രമീകരണത്തെ കാണേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ ധരിക്കുന്നേ കുഴപ്പമില്ല. പക്ഷെ അതൊരു പ്രീ ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറാം. പക്ഷെ ഇത് വളരെ ചരിത്ര മുഹൂർത്തമാണ്. UAE 50 വർഷത്തെ ചരിത്രം, 50 വർഷമാകുകയാണ്. പ്രവാസികളും നിക്ഷേപകരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സുവർണ മുഹൂർത്തമാണ്. ഇതുമൂലം സംഭവിക്കുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെയുള്ള നിക്ഷേപകർക്കും ഇവിടെ ഒരുപാട് വർഷമായിട്ട് ജോലി ചെയ്ത് ഇവിടെ താമസിക്കുന്നവർക്കും UAE-യിലുള്ള വിശ്വാസം കൂട്ടാൻ ഇത് ഉപകരിക്കുന്നു. അപ്പൊ ഇതുമൂലം സംഭവിക്കാൻ പോകുന്നത് UAE-യിലെ ബിസിനസ് രംഗത്തും പ്രൊഫഷണൽ രംഗത്തും പ്രവർത്തിക്കുന്ന ആൾക്കാര് അവരുടെ ഒരു ആത്മവിശ്വാസം, ഈ രാജ്യത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷ, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഇതെല്ലാം വളരെ 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 കൂട്ടാൻ ഇത് സഹായിക്കും. അതുമൂലം ഇപ്പൊ സാധാരണ ഇവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു പോകേണ്ടി വരുമല്ലോ, അത് അനിവാര്യമാണല്ലോ, അതുകൊണ്ട് എത്രയും കിട്ടുന്ന പൈസ എല്ലാം നാട്ടിലേക്ക് അയക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇനി മുതൽ അത് വളരെയേറെ കുറയും. അതായത് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാം, ഇത് നമ്മുടെ ഒരു സ്ഥിരമായിട്ടുള്ള നമ്മുടെ രാജ്യമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുകയാണെങ്കിൽ നാട്ടിലേക്ക് വരുന്ന റെമിറ്റൻസിന്റെ ഒരു ചെറിയൊരു ആഘാതമേക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുകൂടാതെ തന്നെ ലോകത്തെമ്പാടുമുള്ള പ്രൊഫഷണൽസിനെ ഇങ്ങോട്ട് ആകർഷിക്കുവാനായിട്ട്, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ആകർഷിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, ആർട്ടിസ്റ്റുകൾ, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ആൾക്കാരെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൂടുതൽ ആകർഷിക്കുവാനും, ഇവിടെ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ഇൻവെസ്റ്റേഴ്സിനെ ഇവിടെ പിടിച്ചു നിർത്തുവാനും ഈ ഒരു വളരെ ചരിത്രപരമായിട്ടുള്ള ഈ ഒരു നീക്കം കൊണ്ട് UAE-ക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇതുപോലെ ഒരു പ്രത്യേകതകളുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇത് ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഈ എമിറാത്തി പൗരത്വം അറബികൾക്ക് മാത്രമായി നിജപ്പെടുത്തിയതിന് സാംസ്കാരികമായ കാരണങ്ങളുണ്ടല്ലോ ശ്രീ ഐസക് ജോൺ. ഇപ്പോൾ UAE അതിന് വിശദീകരണം നൽകുന്നത് UAE സമൂഹത്തിൻ്റെ ഈ വിദഗ്ധരെ UAE സമൂഹത്തിൻ്റെ ഭാഗമാക്കുക, സാമൂഹ്യ സ്ഥിരത ഉണ്ടാക്കുക, ദേശീയ വികസന പ്രക്രിയയ്ക്ക് ആക്കം കൂട്ടുക, മതപരമായ കാരണങ്ങളാൽ, സാംസ്കാരികമായ കാരണങ്ങളാൽ ഒക്കെ തന്നെയും ഇതുവരെ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ ഇപ്പോൾ അത് ചെയ്യാൻ എന്താണ്? അത് വളരെയേറെ കാതലായ മാറ്റങ്ങളിൽ കൂടിയാണ് UAE കടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ UAE വളരെ സമൂലമായ ഒരു പരിവർത്തനത്തിന്റെ ദിശയിലാണ്. UAE സംബന്ധിച്ചോളം ഇപ്പൊ അറിയാം, ഇപ്പൊ ഇസ്രായേലുമായിട്ടുള്ള ചരിത്രപരമായുള്ള എബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരിക്കലും നമ്മളായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് വന്നത്. അപ്പൊ UAE-യുടെ മുന്നോട്ടുള്ള അടുത്ത കുറച്ച് 50 വർഷത്തേക്ക് 100 വർഷത്തേക്കുള്ള വികസനത്തിനുള്ള മാപ്പ് തന്നെ അവർ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പൊ അതിനു വേണ്ട ഇനിയും പഴയ രീതിയിൽ ചിന്തിച്ചാൽ പോരാ, പുതിയ രീതിയിൽ ചിന്തിക്കണമെന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. അതാണ്. അപ്പോൾ ഇനിയിപ്പോ അവിടെ നോക്കുന്നതൊന്നുമല്ല, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു രാജ്യത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഘടകങ്ങളും അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പോവുകയാണ്. അങ്ങനെ ഒരു ഓപ്പൺ സൊസൈറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു പാസ്പോർട്ട് കൊടുക്കുമെങ്കിലും അതിന് ചില പരിമിതികൾ കാണും. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പം എനിക്ക് പറയാനുള്ളത് അത് കൂടുതൽ വിശകലനം ഞാൻ പിന്നീട് ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ EP ജോൺസൺ, എത്ര കണ്ട് ചരിത്ര പ്രധാനം? നേരത്തെ ശ്രീ ഐസക് ജോൺ പറഞ്ഞു ഇത് ചരിത്ര പ്രധാനമാണ്. 50 വർഷത്തെ ചരിത്രത്തിൽ UAE ഇപ്പോൾ വിദേശ പൗരന്മാരെ അനുവദിക്കുന്നു, തങ്ങളുടെ പൗരന്മാരായി അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചരിത്ര പ്രാധാന്യം തന്നെയാണ്. എത്ര കണ്ട് മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് ഇതിൻ്റെ നേട്ടം കൈവരിക്കാനാകും എന്നാണ് ശ്രീ EP ജോൺസൺ താങ്കൾ വിശ്വസിക്കുന്നത്? വളരെ സന്തോഷം. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ചാനൽ ചർച്ചയിലേക്ക് വീണ്ടും വരുന്നത്. ഇത് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീരുമാനമാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ എന്ന് പറയുമ്പോൾ തന്നെ ഇത് സൂചിപ്പിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഐസക് ജോൺ പറഞ്ഞ പോലെ തന്നെ അവരുടെ ചില ചിന്തകളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഇച്ഛാശക്തിയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള തീരുമാനം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് UAE ഗവൺമെന്റിനെ കുറിച്ചും ഇവിടുത്തെ രാജ്യത്തിന്റെ പ്രധാന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത്, നമുക്ക് നിശ്ചയദാർഢ്യവും
ഇച്ഛാശക്തിയുമുണ്ടെങ്കിൽ എന്തും നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പുരോഗമനപരമായ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അവർ എന്തെല്ലാം ഈ രാജ്യത്ത് ചെയ്യണമോ, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ. ഇപ്പൊ പറഞ്ഞു എബ്രഹാം അക്കോർഡിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഒരുപാട് നാളുകളായിട്ട് നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുകൊണ്ട് ഒരു ബിസിനസ് തലത്തിലും മറ്റ് എല്ലാ തലങ്ങളിലും സാംസ്കാരികമായ തലങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ ഈ ഇസ്രായേലിന്റെ ബന്ധങ്ങളെ കുറിച്ച്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന തീരുമാനം, നേരത്തെ ഗോൾഡൻ കാർഡ് പലർക്കും കിട്ടുകയുണ്ടായി. ഇപ്പൊ ഈ സമയത്ത് നമ്മുടെ ഇതിപ്പോ ഞാൻ തന്നെ വളരെ സന്തോഷത്തില്ല. കാരണം ഞാൻ 41ാമത്തെ വർഷത്തിൽ നിൽക്കുകയാണ്. ചിലപ്പം ബൈ ചാൻസിൽ ഗോൾ അടിച്ചാൽ എനിക്കും ചിലപ്പോൾ കിട്ടിയേക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് പേർക്ക് അതൊരു പ്രയോജനപ്രദമായ രീതിയിൽ ആയിത്തീരുമെന്ന് വിശ്വസിക്കുന്നു. ശരിയാണ് ഐസക് ജോൺ പറഞ്ഞത്, ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ കൊറോണ സമയത്ത് എന്താ സംഭവിച്ചത്? ഏതാണ്ട് 3.5 ലക്ഷത്തിലേറെ മലയാളികൾ മാത്രം നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് നാട്ടിലേക്ക് പോകണമെന്ന്. അന്നും ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടെ, ഇത്രയൊന്നും വരില്ല, പകുതി പോലും വരില്ല നാട്ടിലേക്ക് എന്ന് പറയണ്ടായി. കാരണം ഇത് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കിയപ്പോ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും നാളെ എന്നുള്ള തോന്നല്. ഇവിടെ 99 വർഷത്തേക്ക് ബിൽഡിംഗ് ലീസിന് എടുക്കുന്നു, അല്ലെങ്കിൽ വസ്തു ലീസിന് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ അപ്പോഴും മനസ്സിലൊരു ചിന്ത കിടക്കുന്നുണ്ട്, നമ്മൾ ഇതിനിടയിൽ നാട്ടിലേക്ക് കയറി പോകണമോ എന്നുള്ള. അതിന് ഒക്കെ ബദലായിട്ട് ഒരു തീരുമാനം മനസ്സുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. അല്ല, നമുക്ക് ഇങ്ങനെയും ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരെ ഇവിടേക്ക് സ്വീകരിക്കാനും ഒക്കെ വരുവാനും ഒക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തിന്റെ വളർച്ച വളരെ വലുതാകും എന്നുള്ള ഒരു ചിന്ത. തീർച്ചയായും. അപ്പൊ മലയാളികൾക്കും അതെ, ഞാൻ മടങ്ങിയെത്താം. ശ്രീ പി ജോൺസൺ, ഡോക്ടർ സൂസൻ കോരൂത്ത്, ഇത് വളരെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമായി ചുരുങ്ങുമോ? അതായത് കൈവിരലിൽ എണ്ണാവുന്ന ആളുകളിലേക്ക് മാത്രമായി ചുരുങ്ങുമോ? അതോ കുറച്ചധികം, ഇപ്പോൾ 14 ലക്ഷം പൗരത്വമുള്ള UAE സംബന്ധിച്ചിടത്തോളം വലിയൊരു പോപ്പുലേഷനെ അങ്ങനെ പൗരത്വം നൽകി അനുവദിക്കാൻ എന്തായാലും ആകില്ലല്ലോ. അതിൻ്റെ ഒരു ഡെമോഗ്രാഫിയൊക്കെ എപ്പോഴും നോക്കേണ്ടി വരുമല്ലോ UAE-ക്ക്. ഏതാണ്ട് എത്ര പേർക്ക് എന്ന നിലയിൽ ഒരു തീരുമാനം, പ്രാഥമികമായ തീരുമാനമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ എഗ്രി വിത്ത് മിസ്റ്റർ ഐസക് ജോൺ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. EP ജോൺസൺ സാർ പറഞ്ഞതുപോലെ എത്ര പേര് ഇവിടുന്ന് നാട്ടിലേക്ക് പോകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ടവർ ആരെങ്കിലും നാട്ടിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചിരുന്നു എന്ന്. കാരണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UAE അതിനൊരു കുറച്ചൊരു മാനദണ്ഡങ്ങൾ അവർ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൈമറി സ്റ്റേജിൽ തന്നെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവർ, അതായത് ഇവിടെ പ്രോപ്പർട്ടി ഉള്ളവർക്കാണ് ബിസിനസ്മാൻമാരിൽ അവർ പരിഗണന കൊടുക്കുന്നത്. പിന്നെ എടുക്കുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അവർക്കൊക്കെ പ്രത്യേകമായിട്ട് അവർ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ അത്രയും സ്കിൽഡ് ആയിരിക്കണം. UAE-യുടെ ആ പുരോഗമനമായ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണം. അതുപോലെ റിസർച്ചേഴ്സ്, അവർക്ക് ഫോറിൻ ഫണ്ടുകൾ അല്ലെങ്കിൽ റിസർച്ച് ബോഡിയുടെ ഫണ്ടുകൾ കിട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് റിസർച്ച് ചെയ്യുന്നവരായിരിക്കണം. ആർട്ടിസ്റ്റുകളും അതുപോലുള്ളവരും ഇന്റർനാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്ത അതിന്റെ സർട്ടിഫിക്കറ്റോ അതിന്റെ അവാർഡ്സോ അവർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ഹൈ ക്ലാസ് ആയിട്ടുള്ള, ഏറ്റവും പ്യൂർ ആയിട്ട് സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സകല റിസോഴ്സസിനെയും ഇങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നമ്പർ അതനുസരിച്ച് അവരെ നിജപ്പെടുത്തും. ശരി. ശ്രീ ഭാസ്കർ രാജ്, ഇപ്പോ നേരത്തെ EP ജോൺസൺ പറഞ്ഞു EP ജോൺസണും ഒരു സാധ്യതയുണ്ട് എന്ന്. EP ജോൺസൺ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യേണ്ടി വരില്ല UAE പൗരത്വം വാങ്ങുന്നതിന്? ഇല്ല, ഇതിനകത്ത് അവര് ഒരു യോഗ്യതകള് പറഞ്ഞോളൂ, കേൾക്കാം. യോഗ്യത പറയുന്നതിനകത്ത് അവരവരുടെ പൗരത്വം, അതായത് രാജ്യത്തെ പൗരത്വമോ പാസ്പോർട്ടോ റദ്ദ് ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു കണ്ടീഷൻ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ യോഗ്യതകൾ തീരുമാനിക്കുന്നത് കോടതികളും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിലും ഇവിടുത്തെ ക്യാബിനറ്റുമാണ്. ക്യാബിനറ്റ് തീരുമാനിച്ചതിന് ശേഷം അതായത് അവർ നാമനിർദ്ദേശം ചെയ്യുകയാണ്. നാമനിർദ്ദേശം ചെയ്തതിന് ശേഷമാണ് അവർക്ക് യോഗ്യതയുണ്ടോ എന്ന് ഒരു ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ഇതുപോലെ തന്നെ ഈ പൗരത്വം അതുപോലെ തന്നെ പൗരത്വവും പാസ്പോർട്ടും നൽകുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ, അതായത് സാധാരണയുണ്ട്, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മൾ വേറെ US-ൽ തന്നെ ആണെങ്കിലും അവരുടെ പൗരത്വത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം വേണോ എന്നുള്ള കാര്യം തീരുമാനിക്കും. അതിപ്പോ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് അതാത് രാജ്യങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ അവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കൂ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോ
ഇവിടെ അപ്പൊ അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ പൗരത്വം ഇപ്പം നിലവിലുള്ള പൗരത്വം നിലനിർത്താനും പാസ്പോർട്ട് നിലനിർത്താനുമുള്ള അവകാശമുണ്ടെന്നുള്ളതാണ്. ഇപ്പോ ഒരാൾക്ക് ഇപ്പോ ഇ പി ജോൺസണെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഇ പി ജോൺസൺ പറയുന്നത്ര കുടുംബാംഗങ്ങൾക്ക് എന്നുള്ളതാണോ അതോ ഇ പി ജോൺസന്റെ ഭാര്യയും മക്കൾക്കും എന്നുള്ള നിലയിലാണോ? അതെ, കുടുംബത്തിനാണ്. ഉദാഹരണം പറയുകയാണെ ഇ പി ജോൺസനെ ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോങ് ടേം വിസ ഉണ്ടായിരുന്നു ഇവിടെ. ലോങ് ടേം അതായത് 10 ഇയർ വിസ, 5 ഇയർ 10 ഇയർ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ വിസ ഉണ്ടായിരുന്നു. ഗോൾഡൻ വിസ അനുസരിച്ചിട്ടുള്ളത് യോഗ്യത എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കണം, അതുപോലെ തന്നെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കണം, റിസർച്ചേഴ്സ് ആകണം. ഈവൻ ഹൈസ്കൂൾ സ്റ്റുഡൻസിന് പോലും, ഉന്നത നിലവാരമുള്ള ഹൈസ്കൂൾ സ്റ്റുഡൻസിന് പോലും ഈ 5 വർഷത്തെയും 10 വർഷത്തെയും വിസ അനുവദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കൂടാതെ തന്നെ നേരത്തെ പ്രോപ്പർട്ടി വിസ, ഇവിടെ 1 മില്യണിൽ കൂടുതൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റെസിഡന്റ് വിസയും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഇവർക്ക് ഐസക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാവും. നമുക്ക് അതായത് പലപ്പോഴും പ്രവാസികളിവിടെ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രാൻസിറ്റ് ലോഞ്ചിലാണെന്നാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടുന്ന് പോകണം എന്നുള്ളത്. ഇവിടുത്തെ ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ മാനവ വിഭവ ശേഷി ഏറ്റവും കൂടുതൽ ഇവിടെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടുത്തെ ഇക്കോണമി എന്ന് പറയുന്നത് നമ്മളൊരു നോളജ് ഇക്കോണമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ നോളജ് ഇക്കോണമിയിലേക്ക് എല്ലാ ആവശ്യത്തിനുള്ളതായ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധന്മാരെ ഇവർക്ക് ആവശ്യമാണ് ഇപ്പോൾ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ മാനവ വിഭവം ശേഷി എത്രമാത്രം ഇവർക്ക് കിട്ടുമോ അത്രയും ടാലന്റിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് പ്രയോജനപ്പെടുത്താനുള്ള വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത ഒരു തീരുമാനമാണ്. അങ്ങനെ ഒരു സക്സസ് സ്റ്റോറിയാണ് നമുക്ക് അമേരിക്ക, അല്ലെ? അവിടേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെത്തുന്നു, അവർക്ക് പൗരത്വം നൽകുന്നു. അത് അമേരിക്ക എന്ന സക്സസ് സ്റ്റോറിയായി മാറുന്നു. പക്ഷെ അത് അത്രയും ഉദാരമായിട്ടായിരിക്കില്ല ഗൾഫ് രാജ്യങ്ങൾ നൽകുക എന്നുള്ളത്. 2 കാര്യങ്ങൾ ശ്രീ ഐസക് ജോൺ. ഒന്ന്, താങ്കൾ നേരത്തെ പറഞ്ഞു ഇത് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കൂടി ഏറ്റെടുത്തേക്കാം എന്നുള്ളത്. 2, ഇത് പണക്കാർക്ക് മാത്രമാകുമ്പോൾ അത് ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടുമോ? നികേഷ്, ഇതിനകത്ത് നമ്മൾ വളരെ ഇപ്പൊ ഈ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി വളരെ സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയല്ല. ഇതിനകത്ത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. യു.എ സമ്മതിക്കുന്നുണ്ട് ഡ്യുവൽ പാസ്പോർട്ട്, പക്ഷെ ഇന്ത്യ സമ്മതിക്കുന്നില്ല. ഡ്യുവൽ പാസ്പോർട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇന്ത്യക്കാർക്ക് എങ്ങനെ ഇവിടെ ഈ പാസ്പോർട്ട് എടുക്കാൻ ഒക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പരിമിതി, വലിയൊരു വെല്ലുവിളിയാണ്. നമുക്ക് പിന്നെ മാക്സിമം ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ OCI കാർഡ് കിട്ടും. അപ്പൊ അത് ഇന്ത്യൻ പാസ്പോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഇതൊരു വലിയ ഡിലമയിലാണ്. ഇന്ന് ഇന്ത്യയിലുള്ള ഒരുപാട് ബിസിനസ്സുകാരൊക്കെ ഞാനുമായിട്ട് സംസാരിച്ചതിൽ അവർ പറയുന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ മാറ്റം ഉണ്ടാക്കണം, ആ അമെന്റ്മെന്റ് കൊണ്ടുവരണം. എങ്ങനെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഒക്കുമെന്ന്, ഡ്യുവൽ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാവുന്നത്. ഇന്ന് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും പല മേഖലകളിൽ നിന്ന് ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യ ഇതുവരെ അനുവദിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ വംശജർ മറ്റു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെയാണ് ഇന്ത്യൻ വംശജർ. അവർക്ക് പോലും നമ്മൾ പൗരത്വം കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇപ്പൊ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അവർക്ക് പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വരും. അവർക്ക് പിന്നെ കിട്ടുന്ന അർഹതപ്പെടുന്ന ഒരു OCI കാർഡ് കിട്ടും, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള കാർഡ് കിട്ടും. ഒരു ചെറിയ ഒരുപാട് പരിമിതികളാണ് വരികയാണെങ്കിൽ. അതെ, അതൊരു പരിമിതിയാണ്. അത് അപ്പോൾ ഇന്ത്യക്കാരെ വേണ്ടത്ര കിട്ടുമോ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ അതിന്? ശ്രീ പി ജോൺസൺ, അങ്ങനെ ഒരു നിർദ്ദേശം താങ്കളുടെ മുന്നിൽ വരുന്നു, ഇന്ത്യൻ പാസ്പോർട്ട് റദ്ദ് ചെയ്യണം, UAE പാസ്പോർട്ട് ആക്കണം, എടുക്കുമോ UAE പാസ്പോർട്ട്? ഒരു കാരണവശാലും ഞാൻ എടുക്കില്ല. എനിക്ക് എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഡ്യുവൽ പാസ്പോർട്ട് സിറ്റിസൺഷിപ്പ് എടുക്കത്തക്ക സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുകയുള്ളൂ. ഒരു കാരണവശാലും ഇന്ത്യൻ പാസ്പോർട്ട് വെട്ടുകൊണ്ട് എന്തിനു പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ നിന്ന് മാറി താമസിക്കാൻ ഞാൻ സന്നദ്ധനല്ല. പിന്നല്ലേ ഇനി ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കാര്യം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡ്യുവൽ സിറ്റിസൺഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി തരണം എന്ന ഗവൺമെന്റിനോട് നമ്മൾ അഭ്യർത്ഥിക്കുക മാത്രമാണ് നമുക്കിപ്പോൾ അനിവാര്യമായിട്ടുള്ളത്. ശ്രീ ഐസക് ജോൺ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആരോ വേറെ എന്തോ പറഞ്ഞു. അതെ, ഞാനാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണുണ്ട്. കാര്യം നമുക്ക് നമ്മുടെ ടാലന്റ് നഷ്ടപ്പെടുകയാണെന്നുള്ള ഓർക്കണം.
അതായത് ഇവര് പറയുന്നത് ഒരു ക്രീമി ലെയർ ആളുകളെയാണ് ഇവിടേക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത്. എല്ലാ വിധത്തിൽ അതായത് മേഖലകളിൽ ഇപ്പൊ റിസർച്ചേഴ്സ് ഉണ്ട്. റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. അവർക്ക് 10 വർഷത്തെ റിസർച്ച് യോഗ്യത വേണം. അതുപോലെ തന്നെ പിന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സ്പെഷ്യലിസ്റ്റുകൾ ഇവർക്കെല്ലാം അതാത് മേഖലകളിലെ സ്പെഷ്യലൈസേഷൻ വേണമെന്നും അത് സർട്ടിഫൈ ചെയ്യുകയും വേണമെന്നുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ വെദർ ഇന്ത്യ ക്യാൻ അഫോർഡ് ടു ലൂസ് ദിസ് ടാലന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് അവരുടെ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അതാത് സ്ഥാപനങ്ങളുടെ അനുവാദത്തോടു കൂടി വേണം അവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു വരവ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ആ ഫ്ലോ ഉണ്ടാകാൻ സാധ്യതയില്ല. ഷൈസക്, ഇത് ഇന്ത്യക്കാർക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ UAE പ്രതീക്ഷിക്കുന്നത് എന്താണ്? അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, വിദഗ്ധർ കൂടി വേണം എന്നുള്ളത്. പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നിന്ന് ഒരു പൗരന്മാരുടെ നിരയെ UAE പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നോടാണ് ചോദ്യം. അതെ, ഷൈസക് ജോൺ. അതെ, അത് ഇതിനകത്ത് UAE ഇതുകൂടെ ഉദ്ദേശിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ, ഔട്ട് ഫ്ലോ കുറച്ചെങ്കിലും കുറയ്ക്കുവാനും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ, നിക്ഷേപകരെ ഇങ്ങോട്ട് ആകർഷിക്കുവാനും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. പിന്നെ ഇവിടെയുള്ള വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്കൊരു സ്ഥിരത കൊടുക്കുകയാണെങ്കിൽ, പെർമനൻസി, ഒരു ഫീലിംഗ് ഓഫ് പെർമനൻസി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരികയും ഇവിടെ കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാകുകയും ഈ രാജ്യത്തിന്റെ അടുത്ത ഒരു 50 വർഷത്തേക്കുള്ള ഒരു വികസനത്തിന് അതാണ് UAE കാണുന്നത്. ഇപ്പൊ UAE സംബന്ധിച്ചോളം ഒരു ഡൈവേഴ്സിഫിക്കേഷന്റെ വലിയൊരു പന്താവിലാണ് നിൽക്കുന്നത്, ഒരു പാതയിലാണ് നിൽക്കുന്നത്. നോൺ ഓയിൽ സെക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വേണ്ടത് എന്താണ്? ഇപ്പം പ്രത്യേകിച്ച് ഇസ്രായേലുമായിട്ടൊക്കെ ഉള്ള ഉടമ്പടി മൂലം ഉണ്ടാകുന്നത് ഒരു ഇന്നോവേഷൻ ആൻഡ് എക്സലൻസ് ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഹബ്ബാണ്, ഒരു ഇന്നോവേഷൻ ഹബ്ബാണ്, ടെക്നോളജി. നേരത്തെ ഭാസ്കർ രാജ് പറഞ്ഞ പോലെ പിന്നെ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ലെഡ് ഒരു ഗ്രോത്ത് ആണ് UAE ആകർഷിക്കുന്നത്. അപ്പൊ ഇവിടെ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകരെയും പ്രൊഫഷണൽസിനെ ഇവിടെ പിടിച്ചു നിർത്തുക, റീറ്റെയിൻ ചെയ്യുക, ആ ടാലന്റുകളെ ഇവിടെ നിർത്തുകയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം ഇതിനുള്ള ഈ പരിമിതികൾ മൂലം പല ഇന്ത്യക്കാരും ജോൺസൺ പറഞ്ഞ പോലെ ഇത് ഓപ്റ്റ് ചെയ്യത്തില്ല. ബിസിനസ്സുകാരെല്ലാം അവരാരും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള കളി കളിക്കത്തില്ല. പിന്നെ ചെയ്യാവുന്നത് ജോൺസനെ പോലെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇന്ത്യ ഗവൺമെന്റിൽ പോയി സമ്മർദ്ദം ചെലുത്തണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അമേരിക്കക്കാർ ഒരുപാട് ശ്രമിച്ചു നോക്കി. അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ നമ്മളെക്കാരും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്കൊന്നും സാധിക്കാത്ത കാര്യമാണ്. ഇന്ന് ലോകത്തെമ്പാടും 6 മില്യണോളം OCI കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട്. 6 മില്യൺ ഇന്ത്യൻ ഡയസ്പോറയിൽ 6 മില്യണോളം OCI കാർഡുകളാണ്. അപ്പൊ അവരുടെയൊക്കെ സമ്മർദ്ദം ഒന്നും വഴങ്ങിയിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്വപ്നം, നമുക്ക് 2 ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊണ്ട് നടക്കാനൊക്കെ എന്നുള്ള സ്വപ്നം അതിവിദൂരമല്ലാത്ത ഈ ഭാവിയിൽ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും നമുക്ക് മനസ്സിലാക്കുക, UAE നിശാബോധം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അവര്. പക്ഷെ എന്നാൽ തന്നെ ഇവിടെ വേറെ ചില കാര്യങ്ങളോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള 1-2 ഇഷ്യൂ ഉണ്ട്. ഇവിടെ ഇവര് ഈ ആണെങ്കിലും കണ്ടറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈക്വൽ റൈറ്റ്സ് കൊടുക്കുമോ? ഈക്വൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ്സ്, അത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. അതോ വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലാതെ PR സ്റ്റേറ്റസ് മാത്രമേ ഉള്ളൂ? അപ്പൊ ഇതിനൊക്കെ ഇനിയും അടുത്ത ദിവസങ്ങളിൽ അതിന് വളരെ വ്യക്തമായ രൂപരേഖ ഉണ്ടാകും. പൗരത്വം എന്ന് പറഞ്ഞാൽ പിന്നെ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാകില്ലേ? ഇപ്പൊ അമേരിക്കയിലെ ഉദാഹരണമാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. അമേരിക്കയിൽ പൗരത്വം കൊടുത്താൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. UAE ഒരു പൗരത്വം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആ നിലയിലുള്ള ഒരു അംഗീകാരം ഉണ്ടാകണ്ടേ? എങ്കിലല്ലേ അതിൽ പ്രസക്തിയുള്ളൂ. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ന്യായമായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ആ ഒരു കാര്യത്തിലെ ക്ലാരിറ്റി ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കറിയാം. പക്ഷെ എവിടെയും ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടുത്തെ ഡെമോഗ്രാഫിക് ബാലൻസ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. നേരത്തെ ഡോക്ടർ സൂസൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു 90% അല്ലെങ്കിൽ ഒരു 89% ആൾക്കാർ എക്സ്പാട്രിയേറ്റ്സ് ആണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇവിടുത്തെ ഒറിജിനൽ നാഷണൽസ് എന്ന് പറഞ്ഞ്. അപ്പൊ ഇവിടുത്തെ ഈ ഡെമോഗ്രാഫിക് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണതയുള്ളത് കൊണ്ട് USA-ലൊക്കെ നടന്ന പോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പോപ്പുലേഷൻ കുറഞ്ഞ ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഡെമോഗ്രാഫിക് ബാലൻസ് ചെറിയ തോതിൽ പൗരത്വം കൊടുത്താൽ തന്നെ തെറ്റുമെങ്കിൽ അത് സങ്കീർണമാണ് എന്നാണ് ഐസക് ജോൺ പറയുന്നത്. അത് പ്രധാനപ്പെട്ടതുമാണ്. പക്ഷേ ഡോക്ടർ സൂസൻ, അവിടെ ഇപ്പോൾ നരേന്ദ്രമോദി വരുന്നു,
ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുന്നു, അതിലൊന്നും ഒരു മടിയുണ്ടായിട്ടില്ല. ഡോക്ടർ സൂസൻ, അതെ. യെസ്, ഇവിടെ ആദ്യമേ അവർ ചെയ്തതെല്ലാം നമുക്കൊരു ഗ്രൗണ്ട് വർക്ക് ചെയ്ത് തന്നു, ടോളറൻസ്, അങ്ങനെ പല വാല്യൂ സിസ്റ്റംസ് കൊണ്ടുവന്നു. എന്നിട്ട് നമുക്ക് ശരിക്കും കംഫർട്ട് ആക്കി. ബിസിനസ്മാൻമാർക്കാണെങ്കിൽ നമുക്ക് സ്പോൺസർഷിപ്പിന്റെ കാര്യങ്ങൾ അത് റിമൂവ് ചെയ്തു വന്നു. പക്ഷെ അതും ഒരു ക്രീമി ലെയർ ബിസിനസ്മാൻമാർക്കാണ് അത് പ്രയോജനപ്പെടുക. അതുപോലെ തന്നെ 10 years വിസ കൊണ്ടുവന്നു. അത് ഈ പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പോലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവര് സ്പെസിഫൈ ചെയ്യുന്ന കാറ്റഗറി വരുന്നവർക്ക് മാത്രമായിട്ട് അവർക്ക് ഫാമിലിയെ പോലും സ്പോൺസർ ചെയ്യാവുന്ന രീതി കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവരുന്നത് ഇപ്പം UAE നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു ബിസിനസ് സൈക്കോളജിസ്റ്റ് ആണ്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഇവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ പയനിയർ ആണ് ഇൻ UAE. നമുക്കൊക്കെ അവർ നല്ല സപ്പോർട്ടാണ് തരുന്നത് നമ്മുടെ പ്രൊഫഷണൽ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യാൻ. ദിസ് ഇസ് എ ഗ്ലോബൽ കൺട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. ലോകത്തിന്റെ എനിക്ക് തന്നെ ഒരു 40+ നാഷണാലിറ്റീസുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവരെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു ഫീല് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. യു ആർ ഓൾ വെൽക്കം, യു ഫീൽ ലൈക്ക് ഹോം. നമ്മൾ വീട്ടിലെ ഒരു ഹോംലി ഫീലിംഗ് തരും. ഐ വുഡ് സേ ഇവരുണ്ടാക്കിയേക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഒരു കംഫർട്ട് ഫീൽ ആണ്, ഒരു കംഫർട്ടബിൾ ആണ് നിങ്ങൾ ഇവിടെ എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എസ്പെഷ്യലി നിങ്ങൾ ഗുഡ് ഇൻ യുവർ സ്കിൽ, ഗുഡ് ഇൻ യുവർ വർക്ക്. നമ്മൾ നമ്മുടെ ഏരിയയിൽ ഗുഡ് ആണ്, നമുക്ക് എബിലിറ്റി ഉണ്ട്, സ്കിൽസ് ഉണ്ട്, നമ്മള് ഇനിയും വളരാൻ ആഗ്രഹമുള്ളവരാണ് എന്നുള്ള രീതിയിലുള്ളവർക്കാണ് ആ കംഫർട്ട് ഫീൽ ഏറ്റവും കൂടുതലായിട്ട് വരിക. ആ രീതിയിൽ ദേ ആർ ഓപ്പൺ. ഹിന്ദു ടെമ്പിൾ, അതുപോലെ ക്രിസ്ത്യൻസിന്, ജൈനമത, ഏത് റിലീജിയസിനെയും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും അവർ അതുപോലെ സ്വീകരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത്, അവരുടെ ലോ ആൻഡ് ഓർഡർ വളരെ സ്ട്രിക്റ്റ് ആണ് എല്ലാവർക്കും. അവർ കൊടുക്കുന്ന രീതി എന്നല്ലാതെ മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മാനേജ് ചെയ്യാനും അവർക്ക് എളുപ്പമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുമല്ലോ, ഇന്ത്യ ഇപ്പൊ ഡുവൽ പാസ്പോർട്ട് അനുവദിക്കാത്തതിന് ഒരു കാരണമെന്ന് പറയുന്നത് പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് റിസോഴ്സസിൽ വേൾഡിൽ നമ്പർ 1 ആണ്. ദ ബെസ്റ്റ് റിസോഴ്സസ് ആണ്. ഞാൻ ഏതൊക്കെ ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ, ഒത്തിരി നാഷണാലിറ്റീസുമായിട്ട് ഇടപെട്ടതിലും ദ ബെസ്റ്റ് ബ്രെയിൻ, ദ ബെസ്റ്റ് സ്കിൽഡ് പീപ്പിൾ, ഏറ്റവും ടോപ്പ് ക്ലാസ് റിസോഴ്സസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ. പക്ഷെ ബിക്കോസ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ആ രീതിയിലുള്ള ബാക്ക് റിസോഴ്സസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് IIT പോലുള്ള ഏറ്റവും ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്നവർ പോലും ദേ ആർ ഗോയിങ്. സോ ഇപ്പൊ ഡുവൽ പാസ്പോർട്ട് കൊടുത്താൽ അത് കൂടുതലായിട്ടായിരിക്കും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. കാരണം ദേ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ലൂസിങ് മൈ സിറ്റിസൺ, മൈ ഹോം കൺട്രിയിലെ സിറ്റിസൺഷിപ്പ് ലൂസ് ചെയ്യുന്നുള്ള പേടി എനിക്കില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ത്യ അത് ലൂസ് എ ലോഡ് ഓഫ് നല്ല ടാലന്റഡ് ആയിട്ടുള്ളവരെ ചിലപ്പോൾ ലൂസ് ചെയ്യാനായിട്ട് പോകും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ബിക്കോസ് ഐ എം എ സൈക്കോളജിസ്റ്റ്, ഞാൻ ഇങ്ങനെ ചെറിയ ഒരു സിംപ്ലിഫൈഡ് വേയിലേക്ക് നോക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വേറൊരു കൺട്രിയിലെ സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോൾ ആ കൺട്രിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ എല്ലാ എബിലിറ്റീസും സ്കിൽസും ഉപയോഗിച്ച് നമ്മൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവർ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് തരികയാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഡെവലപ്പ് ചെയ്യാം, നിങ്ങളുടെ എല്ലാം ഇവിടെ സെക്യൂർ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഹോം കൺട്രിയിലേക്കുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ കണക്ഷനും കുറയും. When I work with ഇവിടുത്തെ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പൊ EP ജോൺ സാർ അല്ലെങ്കിൽ എന്റെ ജനറേഷൻ, വി വാണ്ട് ടു ഗോ ബാക്ക് ടു നമ്മുടെ ഹോം കൺട്രി പോകണം, നമ്മുടെ വില്ലേജിൽ പോയി നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് താമസിക്കണം. പക്ഷേ അത് കഴിഞ്ഞു വരുന്ന ജനറേഷനോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അവിടെ പോകാൻ, പക്ഷെ നോട്ട് ഫോർ പെർമനന്റ്. പെർമനന്റ് ആയിട്ട് ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ താമസിക്കണം, കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ രീതിയിലുള്ള. അപ്പൊ ആ ഒരു സംഭവം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയും, നമ്മൾ ഇപ്പൊ ഒരു കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ ഇവിടുത്തെ റിസോഴ്സസ് വേറൊരു കൺട്രിയിലേക്ക് കൊടുക്കുന്നത്. പഠിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് ഡിഗ്രീസ് എടുത്ത്, ഇതുപോലുള്ള IITസും വലിയ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോളേജസ് എന്നൊക്കെ ഡിഗ്രീസ് എടുത്തിട്ട് ദേ ജസ്റ്റ് ഗോ ടു ദേ മാരി ടു അനദർ കൺട്രി, ദേ ഗോ സെറ്റിൽ ദെയർ. അപ്പം സാധാരണ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് കെട്ടിച്ചു വിട്ട പെൺകുട്ടികളുടെ പൈസയും ഇതുമെല്ലാം ആ വീട്ടിലേക്ക് പോകുന്നത് പോലെയാണ് മോസ്റ്റ് ഓഫ് ദ കേസസ് വെൻ യു ടേക്ക് അനദർ സിറ്റിസൺഷിപ്പ്. അവർ അവിടേക്ക് മാറിക്കഴിയും. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്, മോസ്റ്റ് ഓഫ് ദ റിസോഴ്സസ്, അവരുടെ ആ സ്കില്ലും അവരുടെ എബിലിറ്റീസും എല്ലാം ഈ കൺട്രിയാണ് ബെനിഫിറ്റഡ് ആക്കുക, മദർ കൺട്രി ആയിരിക്കില്ല.
അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂവും ഇതിനകത്ത് നമ്മൾ നല്ലതുപോലെ ഇതിനകത്ത് നിന്ന് വലിയ ബെനിഫിറ്റ് എടുക്കുകയായിരുന്നു. 10, 40, 50 വർഷം കാലഘട്ടത്തിൽ മലയാളികൾ, ഇന്ത്യക്കാര് ഈ ഗൾഫ് രാജ്യങ്ങളിലെ പൗരത്വം ലഭിക്കുന്നില്ല എന്ന കുറ്റ കാരണത്തിൽ അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ് വളരെയധികമാണ്. നമ്മുടെ ആളുകൾ അവിടെ പോയി പണിയെടുക്കുക, അവരുടെ മനസ്സ് മുഴുവൻ ഇവിടെ ആവുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് അവർക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇങ്ങോട്ടേക്ക് അയക്കുക, നമ്മൾ ഇവിടെ സമ്പന്നമാക്കുക. അതാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധന. എങ്കിൽ പോലും അത് പൂർണ്ണമായി നടപ്പാക്കാൻ ഈ കൺട്രിക്ക് അത് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യൽ ആണ്. ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നവർ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ നോക്കും. പ്രത്യേകിച്ച് അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്യും. അല്ലെങ്കിൽ മേ ബി ഈ ജനറേഷൻ വേണമെങ്കിൽ തിരിച്ചു പോകും, പക്ഷെ ബാക്കിയുള്ള ജനറേഷൻ പറയും ഐ ക്യാൻ ഗെറ്റ് എ സിറ്റിസൺഷിപ്പ് ഹിയർ, ഐ വിൽ സ്റ്റേ ഹിയർ എന്നുള്ള രീതിയിലായിരിക്കും അവർ നോക്കുന്നത്. അപ്പം ആ രീതിയിൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ വി ഡെവലപ്പ്, അത് ഇവിടെ തന്നെ അവർക്ക് വേണം. അപ്പം ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം കൂടുതലായിട്ട് വരുന്നത്. അതെ, ഷീപി ജോൺസൺ, നമ്മളിപ്പോ സിംഗപ്പൂരോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളോ അമേരിക്കയോ ഒക്കെ എടുത്താൽ അവിടെ കിട്ടുന്ന പണം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ നിമിഷവും. ഗൾഫിൽ നമുക്കതില്ല. യുഎയിൽ ഒരു പരിധി വരെ ആഡംബരം ഉണ്ടെന്ന് വിചാരിക്കാം, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ അതുപോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതൊരു തുടക്കമായിട്ടാണോ കാണേണ്ടത്? പക്ഷേ അവരങ്ങനെ തുടക്കമാക്കിയാൽ തന്നെ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് എന്ന് പറയുന്നത് സങ്കീർണമായ വിഷയമല്ലേ, നേരത്തെ ഐസക് ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ? നികേഷ്, എനിക്കൊരു കാര്യം പറയണ്ട. ഐസക് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഒരു ഡെമോഗ്രാഫിക് ബാലൻസിന്റെ ഒരു കാര്യം വരുന്നുണ്ട്. ആ ഡെമോഗ്രാഫിക് ബാലൻസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു നമുക്ക് പറയാനുള്ള ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ FNC എന്ന് പറഞ്ഞ ഇവിടുത്തെ ലെജിസ്ലേച്ചർ ഹൗസ് ഉണ്ട്, അതായത് ഫെഡറൽ നാഷണൽ കൗൺസിൽ. ഈ ഫെഡറൽ നാഷണൽ കൗൺസിലിന്റെ സിലക്ഷൻ തന്നെയും ഒരു ഇൻവിറ്റേഷൻ ബേസിസിലാണ്. അപ്പൊ എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് ഇല്ല ഇവിടെ, അതായത് ഇവിടുത്തെ എമിറേറ്റുകൾക്ക് പോലും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രവാസികൾക്ക് അല്ലെങ്കിൽ വിദേശികൾക്ക് അവർക്ക് പോലും ഈ ഒരു സിറ്റിസൺഷിപ്പ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഈ ഡെമോഗ്രാഫിക് ബാലൻസിന്റെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ലെന്നുള്ളതാണ്. കാരണം ഇവിടെ ഉള്ളവർക്ക് പോലും ഇല്ലാത്ത ഒരു അവകാശം പുതിയതായിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ വിദേശികൾക്കോ കൊടുക്കാനായിട്ട് സാധ്യതയില്ല. ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഡോക്ടർ കാണിച്ച പോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റീറ്റെയിൻ ചെയ്യുക, ടാലന്റ് റീറ്റെയിൻ ചെയ്യുക, പുതിയ ടാലന്റിനെ ഇവരുടെ ഇക്കോണമിക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ടാലന്റിനെ അട്രാക്ട് ചെയ്യുക എന്ന് മാത്രം ഉദ്ദേശമേ ഉള്ളൂ. ശ്രീ ഇ പി ജോൺസൺ, ശരി, വ്യക്തമാണ്. ശ്രീ ഇ പി ജോൺസൺ, അവസാനമായി ഈ ഡെമോഗ്രാഫിക് ചേഞ്ചിനെ അത്ര കണ്ട് ഭയക്കുന്നുണ്ടോ UAE? നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഡോക്ടർ സൂസനും ചൂണ്ടിക്കാണിച്ചല്ലോ, അത് വെറും ഹിന്ദു ക്ഷേത്രം മാത്രമല്ല അന്യമത ആരാധനാലയങ്ങളെല്ലാം തന്നെയും അനുവദിക്കുന്നു. അത് എത്രത്തോളം സങ്കീർണമായിരിക്കും എന്നാണ് താങ്കൾ വിശകലനം ചെയ്യുന്നത്, ഷീ പി ജോൺസൺ? അല്ല, ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ച് അവര് അത്രയും അത് പേടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് അവര് ഇത്രയും വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉൾപ്പെടെ അല്ലെങ്കിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ, അതും ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് എല്ലായിടത്തും കൊടുത്തത്. ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ഥിതിക്ക് അവർക്ക് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് അതിൻ്റെതായ എല്ലാ ചട്ടക്കൂടുകളും നിർമ്മിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് UAE ഗവൺമെന്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് ഡോക്ടർ സൂസൻ പറഞ്ഞ പല കാര്യത്തോടും ഞാൻ യോജിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് ഒരു കോമ്പറ്റീഷൻ മാർക്കറ്റ് ആണ് എന്നുള്ളത്. കാരണം എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചേക്കേറി മറ്റു സ്ഥലത്തേക്ക് ആള് പോകുന്നു? ദാറ്റ് മീൻസ് നമ്മുടെ നാട്ടിൽ അതിനുള്ള സോഴ്സ് ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള രീതി നമ്മുടെ ടാലന്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചാൽ അതിനെതിരെ മറുപടി കൂട്ടുന്ന ആൾക്കാരും ഉണ്ടായാൽ അതെങ്ങനെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അവിടുന്ന് അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാനായിട്ട് പാടുപെടുന്ന നമ്മുടെ യുവജനങ്ങൾക്ക് കിട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവർ മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുന്നെങ്കിൽ ഒരു കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് അതിനനുസരിച്ച് നമ്മുടെ രാജ്യം ഉയരേണ്ടതായ കാലം അതിക്രമിച്ചിരിക്കുകയല്ലേ. പക്ഷേ ഡോക്ടർ സൂസൻ പറയുന്നത്, ഷീ പി ജോൺസൺ, താങ്കൾ മാറില്ല, താങ്കളുടെ മക്കൾ മാറില്ല, പക്ഷെ അവരുടെ മക്കൾ അവർക്ക് ഒരു സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട് എങ്കിൽ അവർക്ക് താങ്കൾക്ക് തോന്നുന്ന ആ ഒരു അടുപ്പം സ്വന്തം രാജ്യത്തോട് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു നീണ്ട പ്രക്രിയയായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. അല്ല, അത് ഞാൻ യോജിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നമുക്ക് നമ്മുടെ സ്വന്തം മക്കളെ പോലും എങ്ങനെ നിലയ്ക്ക് നിർത്താൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് സംശയമുള്ള കാലഘട്ടമാണിത്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റായ ഡോക്ടർ സൂസൻ പറയുന്നതിനോട് 100% ഞാൻ ചോദിക്കും. ഞാൻ പക്ഷേ പറയുന്നത് നമ്മുടെ സ്വന്തം രാജ്യത്ത് അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കിട്ടിയാൽ അവിടെ ഉറച്ചു നിൽക്കും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ്. ആ ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ
യെസ്, ഐസക് ജോൺ, ഡോക്ടർ ഇ.പി. ജോൺസൺ, ഡോക്ടർ സൂസൻ, ഭാസ്കർ രാജ്, നന്ദി മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടിൽ സഹകരിച്ചതിന്. വിദേശികൾക്കും പൗരത്വം നൽകുന്ന പുതിയ പൗരത്വ നിയമ ഭേദഗതി UAE പ്രഖ്യാപിച്ചു. രാജ്യത്തെ വിദേശികളായ വൻകിട നിക്ഷേപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ, എഴുത്തുകാർ, കലാകാരന്മാർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വിദേശികൾക്കാണ് UAE ഇപ്പോൾ പൗരത്വം നൽകുന്നത്. ഏറെ പ്രാധാന്യമർഹിക്കുന്ന പ്രഖ്യാപനമാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് നടത്തിയത്. നിക്ഷേപകർ, ഡോക്ടർമാർ, ശാസ്ത്രജ്ഞർ, എഴുത്തുകാർ, പ്രത്യേക മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കലാകാരന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കാണ് UAE പൌരത്വം നൽകുകയെന്നും ഇതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിക്ക് UAE മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു. UAEയിൽ താമസിക്കുന്ന 200ഓളം വരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളായി കാത്തിരുന്ന പ്രഖ്യാപനമാണ് ഇത്. 2019 UAE വിവിധ കാറ്റഗറികളിലുള്ളവർക്ക് 10 വർഷം നീണ്ടു നിൽക്കുന്ന UAE ഗോൾഡൻ വിസ അനുവദിച്ചത്. UAEയുടെ വികസന മുന്നേറ്റത്തിൽ പ്രതിഭാധനരായ ആളുകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തീരുമാനമെന്ന് ഹിസ് ഹൈനസ് തന്റെ ട്വിറ്ററിൽ കുറിച്ചു. UAE പൌരത്വം ലഭിക്കാവുന്ന നിക്ഷേപകർ, ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ തുടങ്ങി വിവിധ വിഭാഗത്തിലുള്ളവരുടെ യോഗ്യത ഉറപ്പുവരുത്തുന്നത് UAE മന്ത്രിസഭ, എമീരി കോട്സ്, എക്സിക്യൂട്ടീവ് കൌൺസിൽ എന്നിവ ചേർന്നായിരിക്കുമെന്നും ഹിസ് ഹൈനസ് തന്റെ ട്വിറ്റർ പേജിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇരട്ട പൌരത്വം അംഗീകരിക്കുന്നതാണ് UAE അംഗീകരിച്ച പുതിയ പൌരത്വ നിയമം. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ, ദുബായ്. UAEയിലെ വിവിധ എമിറേറ്റുകളിൽ താമസിക്കുന്നവർക്ക് അബുദാബിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കർശനമാക്കി. തിങ്കളാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ കമ്മിറ്റിയാണ് അബുദാബി എമിറേറ്റിൽ പ്രവേശിക്കുന്നതിനുള്ള പുതിയ നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്ന സർക്കുലർ ഇന്ന് പുറത്തുവിട്ടത്. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടികൾ കർശനമാക്കിയിട്ടുള്ളത്. 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് PCR ടെസ്റ്റിന്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എമിറേറ്റിലേക്ക് പ്രവേശിക്കാം. ഇവർ കൂടുതൽ ദിവസം അബുദാബിയിൽ തങ്ങുകയാണെങ്കിൽ 4ാം ദിവസവും 8ാം ദിവസവും PCR ടെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. DPI ടെസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ 24 മണിക്കൂർ മാത്രമായിരിക്കും ടെസ്റ്റിന്റെ കാലാവധി. ഒരൊറ്റ പരിശോധനാ ഫലം കാണിച്ച് ഒന്നിൽ കൂടുതൽ തവണ അബുദാബി എമിറേറ്റിൽ പ്രവേശിക്കാൻ കഴിയില്ല. DPI നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി അബുദാബി എമിറേറ്റിൽ കടക്കുന്നവർ കൂടുതൽ ദിവസം അബുദാബിയിൽ തങ്ങുകയാണെങ്കിൽ 3ാം ദിവസവും 7ാം ദിവസവും PCR പരിശോധന നിർബന്ധമായും നടത്തണം. നിബന്ധനകൾ UAE പൌരന്മാർക്കടക്കം എല്ലാവർക്കും ബാധകമാണെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 1-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിൽ വരുന്നത്. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ, അബുദാബി. മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ടർ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണുന്നവരെ നമസ്കാരം.